അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരുടെ ഈ അർത്ഥത്തിലുള്ള ഈ തരത്തിലുള്ള വിശദീകരണം കേട്ടപ്പോൾ, അതായത് ഒറ്റയടിക്ക് മുസ്ലിം സമുദായത്തെ ഇല്ലാതെയാക്കാൻ അതിനൊരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അറേബ്യ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സേനയെ സജ്ജമാക്കുക, നേരിടുക. അതിൽ മുഹമ്മദിൻ്റെ ആൾക്കാരും വീഴാതിരിക്കില്ല. അപ്പോൾ ആ ആശയം അവർക്ക് നല്ലൊരാശയമായിട്ടാണ് തോന്നിയത്. ശരിയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊരു തോന്നലിലേക്ക് എല്ലാവരും എത്തി. അതുകൊണ്ട് നിങ്ങൾ കിട്ടാവുന്ന അത്ര ആൾക്കാരെ മക്കയിൽ നിന്ന് സംഘടിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ യുദ്ധത്തിന് എത്രയും പെട്ടെന്ന് പുറപ്പെടാനൊരുങ്ങണം. അവരതിന് തയ്യാറായി. ബദറിലേക്ക് പോകുമ്പോഴും ഉഹദിലേക്ക് പോകുമ്പോഴും ഉണ്ടായിരുന്നതിലധികം ആൾക്കാർ യുദ്ധത്തിന് സജ്ജരായി. 4000 ആൾക്കാർ. അതിനുശേഷം ഈ ജൂത കുടുംബങ്ങൾ, അതായത് ഈ ജൂതന്മാരായ 20 ആൾക്കാർ, അവർ നേരെ പോയത് ബനു ഗത്ഫാൻ ഗോത്രത്തിൻ്റെ അടുത്തേക്കാണ്. അവർ ശരിക്കും അറേബ്യയുടെ കിഴക്ക് ഭാഗത്താണ് ഉള്ളത്. ബനു ഗത്ഫാൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തനി അപരിഷ്കൃതരായ ആൾക്കാരാണ്. വളരെ പരുക്കന്മാരായ, വളരെ പരുഷന്മാരായ ആൾക്കാരാണ് ബനു ഗത്ഫാൻ ഗോത്രക്കാർ. അവർക്ക് മുമ്പിൽ അവരൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അവർക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതെന്തിനാണ്, അതെങ്ങനെയാണ്, അങ്ങനെ ചിന്തയൊന്നുമില്ല. അവരെ ഒരു ലക്ഷ്യം ഏൽപ്പിച്ചാൽ ആ ലക്ഷ്യം ഏത് വിധേനയും അവർ നേടിയെടുത്തിരിക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അങ്ങനെയുള്ള ആൾക്കാരാണ് ബനു ഗത്ഫാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബനു ഗത്ഫാൻ്റെ നേതാക്കന്മാരെ പോയി കണ്ടിട്ട് അവർ പറഞ്ഞു, അവരോട് പറയേണ്ടത് വേറൊരു കാര്യമാണ്. കാരണം അവർ അത്ര തന്നെ ഒരു വിശ്വാസപരമായ, അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസം സ്ഥാപിതമാവരുത്, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല അവർ പ്രധാനമായും പിടിച്ചുപറിക്കാരായ ആൾക്കാരാണ്. അതോടൊപ്പം പ്രാദേശികമായ കില്ലാടിത്തം, അതായത് അവിടെ ഇങ്ങനെ പ്രാദേശികമായ നേതൃഗുണങ്ങൾ, നേതൃസൗകര്യങ്ങൾ അതൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് അവർ. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഗുണം, അവർ പരുക്കന്മാരായ ആൾക്കാരാണ്, പരുഷന്മാരായ ആൾക്കാരാണ്. അവരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ അറേബ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങളെന്താ അത് ശ്രദ്ധിക്കാത്തത്? മദീനയിൽ മുഹമ്മദും അനുയായികളും ശക്തിപ്പെട്ടു വരികയാണ്. ഇപ്പോൾ അവർ വലിയൊരു കൂട്ടക്കാരായിട്ടൊന്നുമില്ല, നിങ്ങളത്രയൊന്നും അവരില്ല. പക്ഷേ അവർ അങ്ങനെ വലുതാവും. അതിന് വേണ്ട ഓരോ നമ്പറുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവരെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അറേബ്യയിൽ മൊത്തത്തിൽ മുഹമ്മദിൻ്റെ ആധിപത്യം വരും. അത് നിങ്ങൾക്കൊക്കെ വലിയ പ്രയാസമുണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള ഈ രീതി, ശൈലി തുടങ്ങിയ കാര്യങ്ങളെയെല്ലാം അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ ഒന്ന് തയ്യാറാവണം. മക്കക്കാർ അതിന് തയ്യാറാണ്. ഖുറൈശികൾ അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ കൂടി അവരോട് ചേർന്ന് നിന്നാൽ പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളും അവരും കൂടി നിൽക്കുന്ന ഒരു സേനയെ പരാജയപ്പെടുത്താൻ ഈ ഭൂമുഖത്ത് ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാവണം. ഞങ്ങളുടെ ഒരു അഭിപ്രായം അതാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഗത്ഫാൻ ഗോത്രക്കാർ ആവേശഭരിതരായി. അവർ തയ്യാറായി. ഞങ്ങളുണ്ട്, ഞങ്ങളൊപ്പം നിൽക്കും. അങ്ങനെ അവരുടെ ആൾക്കാരെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഈ യഹൂദികൾ
പല കുടുംബങ്ങളെയും സമീപിച്ചു. അവരോടെല്ലാവരോടും ഈ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ പറഞ്ഞു. അവരെല്ലാം അതിന് തയ്യാറായി. കാരണം വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ് ജൂതന്മാർ നടത്തുന്നത്. അതിനെ പ്രഥമ ദൃഷ്ടി ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ അവർ അവിടെ നിന്ന് ഖുറൈശികൾ മക്കയിൽ നിന്ന് 4000 ആൾക്കാരുമായിട്ട്, അബൂ സുഫിയാനാണ് നേതൃത്വം. അതേപോലെ തന്നെ മറുൽ ലഹ്റാൻ, മക്കയിൽ നിന്ന് പിന്നെ മദീനയിലേക്ക് പോരുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്ന ഇടത്താവളം മറുൽ ലഹ്റാനാണ്. മറുൽ ലഹ്റാനിലാണ് ബനു സുലൈം കുടുംബക്കാർ താമസിക്കുന്നത്. അവിടെ നിന്ന് അവരുടെ പടയാളികൾ, അങ്ങനെ അവരും ചേർന്ന് ഖുറൈശികളും ബനു സുലൈമും ചേർന്ന് മൊത്തത്തിൽ 4000 ആൾക്കാർ അവർ മക്കയുടെ ഭാഗത്തിൽ നിന്ന്, അതായത് തെക്ക് നിന്ന് അവർ പുറപ്പെട്ടു. പിന്നെ ഗത്ഫാൻ ഗോത്രക്കാരും അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക കുടുംബങ്ങളും, അവർ കിഴക്ക് നിന്നാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അവരും അവിടെ നിന്നും പുറപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട കുറേ കുടുംബങ്ങളുണ്ട്. അതായത് താരതമ്യേന ബനു ഗത്ഫാനാണ് ഏറ്റവും പ്രധാനം. ബനു ഗത്ഫാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാന സ്ഥാനം അർഹിക്കുന്ന വലിയ കുടുംബങ്ങൾ, രണ്ടാം നിരക്കാരായ മൂന്നാം നിരക്കായ കുടുംബങ്ങളെ കൊണ്ട് ബനു ഫസാറ അതിൽ ഒരു 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 കുടുംബമാണ് ബനു ഫസാറ. അതിൻ്റെ നേതാവ് മുഹ്സിൻ ഉയൈന ബിൻ മുഹ്സിൻ എന്നവരാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. പിന്നെ ബനു മുറ, അദ്ദേഹം ഹാരിസ് ബിൻ ഔഫ് ആണ് അവരുടെ നേതാവ്. അതേപോലെ തന്നെ ബനു അസ്ജ, മിസ്അർ ബിൻ റുഖൈലയാണ് അവരുടെ നേതാവ്. ഇങ്ങനെ ചെറുതല്ലാത്ത സേനാ എണ്ണം ഉള്ള ഒരുപാട് ആൾക്കാർ വരികയും ചേരുകയും ചെയ്തു. അപ്പോൾ അവരൊക്കെ പാടെ കൂടിയിട്ട് ബനു ഗത്ഫാൻ്റെ നേതൃത്വത്തിൽ ഒരു 6000 ആൾക്കാർ, ഖുറൈശിയുടെ നേതൃത്വത്തിൽ ഒരു 4000 ആൾക്കാർ, 10000 ആൾക്കാർ മദീനക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പുതിയ യുദ്ധതന്ത്രം, പുതിയ ഭീഷണി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.